ഹലോ ഓൾ. ഡിഗ്രി പ്രിലിംസിൻ്റെ 3 സ്റ്റേജ് എക്സാമും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി മെയിൻസിന് വേണ്ടിയിട്ടുള്ള പഠനം ആരംഭിക്കേണ്ട സമയമായി. അപ്പോൾ പലരുടെയും മനസ്സിലുള്ള ഡൗട്ടാണ്, എനിക്ക് 38 മാർക്കുണ്ട്, എനിക്ക് 42 മാർക്കുണ്ട്, അല്ലെങ്കിൽ എനിക്ക് 50 മാർക്കുണ്ട്, എനിക്ക് പ്രിലിംസ് കിട്ടുമോ, എത്ര ആയിരിക്കും കട്ട് ഓഫ്? അപ്പോൾ ആ സംശയങ്ങൾക്കൊക്കെ നിങ്ങൾക്കൊരു സഹായകമായിട്ടാണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. ഡിഗ്രി പ്രിലിംസ് എക്സാമിൻ്റെ എക്സ്പെക്റ്റഡ് കട്ട് ഓഫ്, അതുപോലെ എത്ര മാർക്കുള്ളവരാണ് മെയിൻസിന് പഠിച്ചു തുടങ്ങേണ്ടതെന്ന് നമുക്ക് നോക്കാം. ആദ്യഘട്ടം ഡിഗ്രി പ്രിലിംസ് മെയ് 2-നും, രണ്ടാം ഘട്ടം മെയ് 16-നും, മൂന്നാം ഘട്ടം ജൂൺ 6-നുമാണ് പരീക്ഷ നടന്നത്. ഏകദേശം ഒരേ നിലവാരത്തിലുള്ള എക്സാമുകൾ തന്നെയാണ് PSC ഈ 3 സ്റ്റേജുകളിലും ഇട്ടത്. കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ ഒരു സ്റ്റേജ് വളരെ എളുപ്പവും ഒരു സ്റ്റേജ് വളരെ പാടും ആ രീതിയിലൊന്നും ഇട്ടില്ല. അപ്പോൾ ഏകദേശം ഒരേ രീതിയിൽ തന്നെയാണ് ഇവിടെ. ഒരു ഘട്ടത്തിൽ എഴുതിയവർക്ക് ഒരുപാട് നോർമലൈസേഷൻ കിട്ടും, അങ്ങനെയൊരു അഡ്വാൻറ്റേജ് ഒന്നും കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഏകദേശം ഒരേ നിലവാരത്തിൽ ഒരേ പാറ്റേണിലുള്ള എക്സാം തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ഇനി 38-39 മാർക്കിലൊക്കെ സ്റ്റക്കായിട്ട് കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാനൊരു കാര്യം പറയാനായിട്ട് പോകുന്നത്. ഞങ്ങൾ മെയിൻസ് പഠിക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷനുണ്ട്. കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് പോലെയുള്ള വേക്കൻസി കൂടുതലുള്ള പോസ്റ്റുകൾക്ക് കട്ട് ഓഫ് കുറയാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ എക്സാം അത്ര സിമ്പിളൊന്നും അല്ലായിരുന്നു. എല്ലാം ഒരേ നിലവാരത്തിലായിരുന്നുവെങ്കിലും അത്യാവശ്യം സ്റ്റാൻഡേർഡുള്ള പരീക്ഷകൾ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ 38 മാർക്കുള്ളവർക്ക് ഹോപ്പ് വയ്ക്കാവുന്നതാണ്. കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് പോലുള്ള പരീക്ഷകളുടെ പ്രിലിംസ് ക്ലിയർ ചെയ്യാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിന് നമ്മൾ ഉദ്ദേശിക്കുന്ന എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് എന്ന് പറയുന്നത് 38 മാർക്ക് മുതൽ 43-നിടയ്ക്ക് കിട്ടിയവർ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പഠനം ആരംഭിക്കണം. അപ്പോൾ 38 മാർക്ക് കിട്ടിയവർ ഒരിക്കലും വെറുതെ ഇരിക്കരുത്. കാരണം ഇപ്പോഴേ മെയിൻസ് പഠിച്ചില്ലെങ്കിൽ നിങ്ങളുടെ സമയമാണ് നഷ്ടമാകുന്നത്. അപ്പോൾ കുറേ പേരിപ്പോൾ തളർന്ന് മടുത്തിരിക്കും. റിസൾട്ട് വരുമ്പോൾ പിന്നെ നിങ്ങൾ കാര്യമായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പോയാൽ ഡിഗ്രി മെയിൻസ് ആണ്. കുറഞ്ഞ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ടും കഴിഞ്ഞൊന്നും വരത്തില്ല. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, മെയിൻസിന് വേണ്ടിയിട്ടുള്ള പഠനം കോമൺ ടോപ്പിക്കുകൾ ഉപയോഗിച്ച് സിലബസ് എടുത്തു വെച്ചതിന് ശേഷം പഠനം ആരംഭിക്കുക. ഡിഗ്രി ലെവൽ മെയിൻസ് പഠിക്കുന്നത് ഇനി വരാൻ പോകുന്ന 10th ലെവൽ മെയിൻസ് പരീക്ഷകൾക്ക് നിങ്ങൾക്ക് നല്ല പോലെ ഉപകാരപ്പെടും. വില്ലേജ് ഫീൽഡ്, ബെയ്ക്കോ, LDC പോലുള്ള പരീക്ഷകൾക്കൊക്കെ സെയിം സിലബസാണ്, സുപ്രധാന നിയമങ്ങളടക്കം വരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് വരുന്ന പരീക്ഷകൾക്ക് ഉറപ്പായിട്ട് ഉപകാരപ്പെടും, ഒരിക്കലും വേസ്റ്റ് ആവത്തുമില്ല. അതുമാത്രമല്ല, നിങ്ങൾക്ക് മെയിൻസിന് ക്വാളിഫൈഡ് ആവുകയാണെങ്കിൽ ഏറ്റവും നല്ല അഡ്വാൻറ്റേജും കൂടിയാണ്. ഇനി നമുക്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് പരീക്ഷയുടെ കട്ട് ഓഫ് നോക്കാം. വേക്കൻസി കുറവായതുകൊണ്ട് കുറച്ചും കൂടെ കട്ട് ഓഫ് കൂടും. ഒരു 44-നും 50-നും ഇടയ്ക്കാണ് കട്ട് ഓഫ് വരാൻ ചാൻസ്. യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർ ഈ ഒരു മാർക്ക് റേഞ്ചിന് ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പഠനം ആരംഭിക്കാവുന്നതാണ്. ഒരു 40-ന് മുകളിലോട്ട് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പം 44-നും 50-നും ഇടയ്ക്കാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ കട്ട് ഓഫ് പ്രതീക്ഷിക്കുന്നത്. ഇനി വേക്കൻസി കുറവുള്ള പോസ്റ്റുകൾക്കൊക്കെ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അസിസ്റ്റൻറ്റ് പോലുള്ള പരീക്ഷകൾക്കൊക്കെ 50-ന് മുകളിലേക്ക് കട്ട് ഓഫ് ഉയരാനുള്ള ചാൻസുമുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട പരീക്ഷകളുടെ കാര്യമാണ് പറയുന്നത്. ഇനി യൂണിഫോം പോസ്റ്റിനാണ് എന്നുണ്ടെങ്കിൽ SI പോലുള്ള എക്സൈസ് ഇൻസ്പെക്ടർ പോലുള്ള പോസ്റ്റുകൾക്ക് 38-നും 45-നും ഇടയ്ക്ക് കട്ട് ഓഫ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് 38 ഉള്ളൂ, 39 ഉള്ളൂ, 40 ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്നവർ ഒരു ദിവസം റെസ്റ്റ് എടുത്തോളൂ. ജൂൺ 6-നൊക്കെ കഴിഞ്ഞവരാണെങ്കിൽ ഒരു ദിവസം റെസ്റ്റ് എടുത്തിട്ട് ഇപ്പോൾ തൊട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പഠനം ആരംഭിക്കുക. സിലബസ് വെച്ചിട്ട് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. ഒരു ഡിഗ്രി ലെവൽ മെയിൻസിൻ്റെ സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നത് വരാനുള്ള 10th ലെവൽ എക്സാമുകളൊക്കെ സൂപ്പറായിട്ട് നല്ല റാങ്ക് ക്രാക്ക് ചെയ്യാനും കൂടെ നിങ്ങളെ സഹായിക്കും. അപ്പോൾ അതുകൊണ്ട് ഇനി റിസൾട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്തിരുന്നിട്ട് അയ്യോ എനിക്ക് കിട്ടിയല്ലോ ഇനി പഠിക്കാൻ സമയമില്ല എന്ന് പറഞ്ഞാൽ അതെന്താവും, അതാണ് വേസ്റ്റ് ആവുന്നത്. അല്ല, നിങ്ങൾ പഠിച്ചു തുടങ്ങുന്നത് ഒരിക്കലും വേസ്റ്റ് ആവത്തില്ല. അപ്പോൾ ഈ ഒരു കൺഫ്യൂഷനൊക്കെ ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ഇട്ടത്. നിങ്ങൾക്ക് പ്രിലിംസ് കിട്ടാനുള്ള ചാൻസ് ഹൈ ആണ്. 38-39 റേഞ്ചിൽ തന്നെയാണ് കഴിഞ്ഞ വർഷമൊക്കെ കമ്പനി ബോർഡിൻ്റെയൊക്കെ കട്ട് ഓഫ് വന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു നോർമലൈസേഷൻ, റിസർവേഷൻ അതൊക്കെ വെച്ചിട്ട് നിങ്ങൾ പ്രിലിംസ് കടക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പഠനം ഇപ്പോൾ തന്നെ ആരംഭിച്ചു കൊള്ളുക. അതുപോലെ നമ്മുടെ ടെലിഗ്രാം ചാനൽ വഴിയിട്ട് 10th ലെവലിനുള്ള ഫ്രീ PDF നൽകുന്നുണ്ട്, കമ്പനി ബോർഡ് LGSന് വേണ്ടിയിട്ടുള്ള. അതുപോലെ പോലീസ് എക്സാമിൻ്റെ സ്പെഷ്യൽ ടോപ്പിക് ക്ലാസ്സുകളും നൽകുന്നുണ്ട്. ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ കൊടുത്തേക്കാം. ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ പഠനം ആരംഭിച്ച് ടോപ്പ് റാങ്കിലെത്താൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് കൊള്ളുക. അതിന് സഹായകമായിട്ട് നമ്മുടെ ചാനലും ഒപ്പം ഉണ്ടാകും. താങ്ക് യു.